ഇവൻ അലമാരയ്ക്കകത്ത് കയറി 2 മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ക്ലോക്കിൽ 1 മിനിറ്റ് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. സുഹൃത്തുക്കളും അത് സ്ഥിരീകരിച്ചപ്പോഴാണ് ആ വാർഡ്രോബ് സമയം മോഷ്ടിക്കുന്ന ഒന്നാണെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. അടുത്ത ദിവസം പരീക്ഷയ്ക്ക് 10 മിനിറ്റ് മാത്രമുള്ളപ്പോൾ അവൻ പുസ്തകവുമായി അതിനുള്ളിൽ കയറി പുറത്തുവന്നതെല്ലാം പഠിച്ചു തീർത്ത മിടുക്കനായിട്ടായിരുന്നു. പിന്നീട് അവൻ കോളേജ് ടോപ്പറാവുകയും ഒരു വലിയ കമ്പനിയിൽ ജോലിക്ക് കയറി മറ്റുള്ളവർ മാസങ്ങളെടുക്കുന്ന പണി ഒറ്റ രാത്രി കൊണ്ട് തീർക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ യഥാർത്ഥ വില അവൻ ഉടൻ അറിഞ്ഞു. ഒരു ദിവസം കണ്ണാടിയിൽ നോക്കി അവൻ നരച്ച മുടികൾ കണ്ടു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ 28ാം വയസ്സിൽ അവന്റെ ശരീരം ഒരു 50-കാരന്റേതുപോലെയായി. പ്രായമായവർക്ക് വരുന്ന സ്ട്രോക്കാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പുറത്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്റെ ആയുസ് വർഷങ്ങളുടെ വേഗതയിലാണ് ഉള്ളിൽ തീരുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇപ്പോൾ എല്ലാം വൈകിപ്പോയിരുന്നു. ശിഷ്ടകാലം സുഖമായി ജീവിക്കാൻ, ആവശ്യത്തിന് പണമുണ്ടാക്കാൻ, അവസാനമായി ഒരിക്കൽ കൂടി അത് ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. വലിഞ്ഞു മുറുകുന്ന ശ്വാസത്തോടെ അവൻ ബ്രാസ് താക്കോൽ തിരിച്ച് ഇരുട്ടിലേക്ക് നടന്നു. ഉള്ളിൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പണിയെല്ലാം തീർത്ത് പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴാണ് പോക്കറ്റിലെ ഓട്ടയിലൂടെ താക്കോൽ പുറത്തു വീണ കാര്യം അവൻ അറിഞ്ഞത്. തൊട്ടടുത്ത് കിടക്കുന്ന താക്കോൽ അവന് കയ്യെത്തിപ്പിടിക്കാൻ കഴിയുമായിരുന്നില്ല. ആ സമയം അവന്റെ മകൻ ടോം മുറിയിലേക്ക് വന്നു. അവൻ ഉറക്കെ നിലവിളിച്ചെങ്കിലും പുറത്താർക്കും കേൾക്കാമായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അവന്റെ മുടി പൂർണ്ണമായി നരയ്ക്കുകയും ശരീരം വാർദ്ധക്യത്താൽ തളരുകയും ചെയ്തു. ഒടുവിൽ നിലത്ത് കിടന്ന താക്കോൽ കണ്ട് ടോം അതെടുത്ത് വാർഡ്രോബ് തുറന്നു. പക്ഷേ ഉള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. വെറുമൊരു പീട്ടി ചാരം മാത്രം.